ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നല്ലൊരു വെട്ട് കേക്ക് ഉണ്ടാക്കാം. കടയിലൊക്കെ കിട്ടുന്ന കൂട്ട് അത്രയും വലിപ്പത്തിലാക്കുന്നില്ല, ചെറുതായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു വലിയ സ്പൂണിന് ഒരു 7 സ്പൂൺ പഞ്ചസാരയും ഒരു 4 ഏലക്കായും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാം. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 3 മുട്ടയും ഒരു 1/2 ഗ്ലാസോളം പാലും വേണം കേട്ടോ. നല്ല പശുമ്പാൽ കാച്ചി വെച്ചേക്കുന്നതാണേ. മുട്ട നമുക്ക് അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. അതിനകത്ത് വെള്ളത്തിൻ്റെ കുറവ് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കേട്ടോ, എന്നിട്ടാണ് ഇങ്ങനെ ആയി കിട്ടിയത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അപ്പക്കാരോ ഒന്നും ചേർക്കുന്നില്ല പൊന്താൻ വേണ്ടിയിട്ട്. കേക്കാകുമ്പോൾ കണ്ടമാനം പൊളിച്ച് പൊങ്ങണ്ടല്ലോ. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വെക്കാം കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചെറുതായിട്ട് പരത്തിയിട്ട് നല്ല കേക്ക് ഉണ്ടാക്കാം. പരത്തിയിട്ട് ഏത് വലുപ്പത്തിലും മുറിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഓരോ മുറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നും നമുക്ക് അടക്കി എടുത്തിട്ട് ഇങ്ങനെ ഇടാം. ലാസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒന്നിച്ച് വറുത്ത് പോരാമല്ലോ. നമുക്കൊരു ചട്ടി ചൂടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വേറെ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യം കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് 4-5 സ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിനെ പഞ്ചസാര പാനിയാക്കി എടുക്കാം. ഒറ്റ നൂൽപ്പരുവൊന്നും വേണ്ട, പക്ഷേ അത്യാവശ്യം മധുരമുള്ളൊരു പാനി. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്ന് വീർന്ന് പെറുക്കിയിടാം. കുക്കായി വരുന്നുണ്ട് കേട്ടോ. വരുന്നത് പൊന്തി വരുന്നുണ്ടോ. ഈ വലിപ്പം മതി. അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലപോലെ വെന്ത് കിട്ടൂല, ഉള്ളൊന്നും വേവൂല. അപ്പം ഞാൻ ഇച്ചിരി തീ കുറച്ച് കൊടുത്തു. നമ്മുടെ കേക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾക്കത് ഇങ്ങനെ കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമ്മൾ പാനിയാക്കാൻ വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കുളിക്കുന്നു. നമ്മളൊന്നിച്ച് തിരിച്ചു വന്നില്ലേ. അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് വെക്കണം. കുറച്ച് സമയത്ത് പിടിക്കട്ടെ. പഞ്ചസാര പാനിക്ക് എപ്പോഴും ചെറിയ ചൂടുണ്ടാവണം. സിമ്മിലിട്ടാൽ മതി. ഹായ് ഫ്രണ്ട്സ്, ഇതെല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ബാക്കിയും കൂടെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.